ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമായി തന്നെ ഈ സാക്ഷ്യം ഞാൻ പറയാനായിട്ട് വൈകിയതിലെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എൻ്റെ പേര് സ്റ്റെൻസിലാസ്. ഞാൻ നെയ്യാറ്റിൻകര രൂപത വ്ളാത്താങ്കര സ്വർഗാരോപിത മാത ഫൊറോന ദേവാലയ അംഗമാണ്. 2020 ജനുവരി 12 ഞാൻ ഉടമ്പടി എടുത്തത്. ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ട് അവയുടെ കാരണങ്ങൾ എനിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല ഇപ്പോൾ. പിന്നീട് അത് പറയുന്നതായിരിക്കും. ഏറ്റവും ഒടുവിലായിട്ട് ഏതാണ്ട് ഒരു 6 മാസത്തിനകത്ത് എനിക്ക് ലഭിച്ച 2 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിലൊന്ന്, ഏതാണ്ട് 39 വർഷമായിട്ട് ബൗണ്ടറി തിരിക്കാൻ സാധിക്കാതെ വളരെ വിഷമത്തിലായിരുന്നു. ആ കാര്യം ഞാൻ നിയോഗത്തിൽ വയ്ക്കുകയും വിശുദ്ധ വസ്തുക്കൾ ആ വസ്തുവിലിടുകയും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ 6 മാസത്തിനകത്തേ ആയുള്ളൂ. അത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ബൗണ്ടറി തിരിച്ച് ക്ലിയറാക്കാനായിട്ട് സാധിച്ചു. രണ്ടാമത്, ഏതാണ്ട് 12-13 വർഷമായിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ വളപ്പിൽ വെട്ടിയതായ കിണറിലെ വെള്ളം ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞില്ല. മറ്റ് ഒന്നുമല്ല, വെള്ളം അതിൽ നിലനിൽക്കില്ല. അത് വാർന്നു പോകും, അല്ലെങ്കിൽ താണു പോകും. 2 അടി വെള്ളം പോലും കിട്ടില്ല. അങ്ങനെ അത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു. പിന്നീടാണ് നിയോഗത്തിൽ വെച്ചതും വിശുദ്ധ ഉപ്പും തേനും തൈലവുമൊക്കെ അതിൽ നിക്ഷേപിച്ച് ഏതാണ്ട് 9 ദിവസം തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പോഴേതാണ്ട് 15 അടിയിലധികം വെള്ളമുണ്ട്. ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ടും സാധിക്കുന്നു. അതിന് നന്ദി പറയുന്നു ഈശോയ്ക്ക്. ആദ്യ കാലഘട്ടത്തിൽ ഉടമ്പടിയിൽ ഞാൻ ചെയ്തിരുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നിയോഗങ്ങളായിരുന്നു. പക്ഷെ പിന്നീട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, വ്യക്തിപരമായ നിയോഗങ്ങൾ നേടുന്നതിനേക്കാൾ ഉപരി ഒരു കത്തോലിക്ക വിശ്വാസി എന്നുള്ള നിലയ്ക്ക് മറ്റ് ചില മേഖലകളിലേക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ആ കാലഘട്ടത്തിലെ ചുറ്റുപാടുകൾ വെച്ച്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയെയും കേരള സഭയെയും ഭാരത സഭയെയും പ്രത്യേകിച്ച് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഇടവകയെയും നിയോഗത്തിൽ വെച്ചു. അതിൻ്റേതായ ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ടും സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതുകൂടാതെ ഞാൻ വച്ചിരുന്നത്, കത്തോലിക്ക വിശ്വാസികളാണെങ്കിൽ പോലും പരിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണമോ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തമോ ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന കുറേ ആൾക്കാരെയാണ്. അവരെയും എനിക്കറിയാമെന്നുള്ളവരോട് സംസാരിക്കുകയും അവരുടെ പേരുകൾ ഉൾപ്പെടെ തന്നെ ഞാൻ ഈ നിയോഗത്തിൽ വയ്ക്കുകയും ചെയ്തു. അല്ലാതെ പൊതുവേയും അവരെ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പേരൊക്കെ ക്ലിയറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുംഭസാരവും കുർബാനയും ഇല്ലാതെ നടക്കുന്ന കുറേ ആൾക്കാർ, ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തികളെയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവരോട് സംസാരിക്കാനും അവരുടെ പേരുകളൊക്കെ നിയോഗത്തിൽ വയ്ക്കാനായിട്ടും സാധിച്ചു. ഒത്തിരി മാറ്റങ്ങൾ കാണാനായിട്ടും സാധിച്ചു. പലരും ഇപ്പോഴും പള്ളിയിൽ കൃത്യമായിട്ടൊക്കെ വരുന്നുണ്ട്, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. ഇത് പോയിട്ട് ഞാൻ ഈ ഉടമ്പടിയെ എനിക്ക് ആധികാരികമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയത്, യാക്കോബ് കണ്ട ഗോവണിയായിട്ടാണ്. നമ്മുടെ വിശ്വാസത്തിൽ ദൈനംദിനം നമ്മൾ പങ്കുകൊള്ളുന്ന പരിശുദ്ധ ദിവ്യബലി, വിശുദ്ധ കുർബാന സ്വീകരണം, വചനവായന, അതുപോലെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും നാം അറിയാതെ തന്നെ ധാരാളം ദണ്ഡവിമോചനങ്ങൾ സഭയുടെ അനുഗ്രഹത്തിൻ്റെ ചാനലിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്.
അങ്ങനെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നിത്യജീവിതത്തിലേക്ക് ആനയിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതും ഇന്നും ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നതും. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ മലയാളം തമിഴ് പത്രങ്ങൾ വാങ്ങി തമിഴ്നാടിൻ്റെ ബോർഡറിലൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അല്ലാതെ മലയാളം നമ്മുടെ എൻ്റെ ചുറ്റുപാടിലല്ല, കുറേ കൂടെയൊക്കെ അകന്ന് ഈ പത്രം കിട്ടാൻ സാധ്യതയില്ലാത്ത മേഖലകൾ നോക്കി കൊടുക്കുന്നുണ്ട്. അതുപോയിട്ട് ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഒരു വൃദ്ധസദനത്തിൽ പോയി അവരോടൊപ്പം ഒത്തിരി സമയം ചിലവഴിക്കും. പിന്നെ അവിടെ ക്ലീൻ ചെയ്യുന്ന കാര്യം, അവർക്ക് ആഹാരം വാരി കൊടുക്കുന്നത്, കൊണ്ടുപോയി ഇരുത്തുന്നത്, വീൽ ചെയറിൽ എടുത്ത് കിടത്തുന്നത്, പിന്നെ അവരോടൊപ്പം ഒത്തിരി സമയം സംസാരിച്ചിരിക്കാറുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അവരുടെ ആദ്യകാലത്തൊക്കെ ഒരുപാട് കരച്ചിലൊക്കെ കേൾക്കാനിടയായി, സങ്കടങ്ങളും. പിന്നീട് അവർ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. 16 സങ്കീർത്തനം 5 തിരുവചനം. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്റ്റെൻസിലാസ് എന്ന ഈ സഹോദരൻ്റെ വളരെ ആധ്യാത്മികത നിറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് എൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. വളരെ സങ്കടപൂർവമായ ഒരു കാര്യത്തിനു വേണ്ടിയാണ് അദ്ദേഹം ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. 39 വർഷമായിട്ടുണ്ടായിരുന്ന വളരെ ഭാരപ്പെടുത്തുന്ന ഒരു വലിയ അനുഭവമായിരുന്നു. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് അദ്ദേഹം ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഒരു വീടിന്, അവരുടെ സ്ഥലത്തിന് ബൗണ്ടറി കെട്ടുവാനുള്ള ഒരു വലിയ അനുഗ്രഹം ഈശോ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്ന ഒരു നല്ല അനുഭവ സാക്ഷ്യമാണിത്. അദ്ദേഹം തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന കിണറിൽ വെള്ളം വറ്റിപ്പോകുന്ന, വാർന്നു പോകുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥ, അതിൽ അദ്ദേഹം വിശുദ്ധ ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നുവരെയും ആ കിണറ്റിൽ ഒരിക്കലും വെള്ളം വറ്റിയിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം 100 മേനി വിളവ് കൊയ്യാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുകയാണെങ്കിൽ 30 മേനി വിളവ് കൊയ്യുന്നവരായിരിക്കും. 60 മേനി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യാശയുള്ള ജീവിതമായിരിക്കും. അവർക്കെല്ലാം ലഭിച്ചു, എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് പറയുന്നത് 30 മേനിയിൽ വിളവ് പ്രതീക്ഷിക്കുന്നവരാണ്. പക്ഷേ 60 മേനിയിൽ അവർ പ്രതീക്ഷിക്കുന്നത് എനിക്കുള്ളത് എൻ്റെ ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു വലിയ പ്രത്യാശയാണ് 60 മേനി. ഇവിടെ സ്റ്റാൻസ്ലാവസ് എന്ന സഹോദരൻ 100 മേനി വിളവ് കൊയ്യുക, എൻ്റെ ഇനി ഭൗതികമായ നിയോഗങ്ങളൊന്നുമില്ല, എനിക്ക് ഇനി ഈശോ മാത്രം മതി, എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ മാറ്റിമറിച്ചു. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ഈശോയെ അറിയാത്തവർക്ക് വേണ്ടിയും ഈശോയെ അംഗീകരിക്കാത്തവർക്ക് വേണ്ടിയും ഈശോയെ രക്ഷകനായി സ്വീകരിക്കാത്തവർക്ക് വേണ്ടിയുമെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിത്യതയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണെന്നുള്ള ഒരു വലിയ ആധ്യാത്മിക നിറവോടുകൂടിയാണ് അദ്ദേഹം ഈ സാക്ഷ്യയോടെ ഏറ്റുപറയുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മെ ഓരോരുത്തരെയും ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോ കൈപിടിച്ച് നടത്തുമ്പോൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുന്നതും അത് ആവശ്യമില്ലാതെ ആയി മാറുന്ന, ഒരു പ്രയോറിറ്റി ഇല്ലാതെയായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാൻസ്ലാവസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.